പ്ലാസ്റ്റിക് ഡബ്ബ ഉപയോഗിച്ചുള്ളൊരു മീൻപിടുത്തമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് അതിലിടാനുള്ള തീറ്റയാണ്. അതായത് പശുവിന് കൊടുക്കുന്ന പെല്ലറ്റ്, അതുപോലെ മൈദ, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കുഴച്ച് നന്നായിട്ട് കുഴയ്ക്കണം. പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബ, അതായത് മിഠായി ഡബ്ബയിലാണ് നമ്മൾ ഇത് പരീക്ഷിക്കുന്നത്. അത് ഉരുളയായി ഉരുട്ടി, വളരെ ടൈറ്റായി ഉരുട്ടി അത് ഈ പ്ലാസ്റ്റിക് ഡബ്ബയിലിടണം. ഇത് പ്ലാസ്റ്റിക് ഡബ്ബയുടെ അടപ്പിൻ്റെ ഭാഗം ഉണ്ടാക്കിയിട്ടാണ്. ഇത് ഒരു പ്ലാസ്റ്റിക് കുപ്പിയാണ്. പ്ലാസ്റ്റിക് കുപ്പി കട്ട് ചെയ്ത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡബ്ബയുടെ അടപ്പിൻ്റെ മുകളിൽ പിടിപ്പിച്ചു. ഡബ്ബയിൽ തീറ്റ ഇട്ടിട്ട് ഇത് നന്നായി അടയ്ക്കണം. ഡബ്ബയിൽ 2 പ്ലാസ്റ്റിക് ചരട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്കിടാൻ വേണ്ടി ഈ തീറ്റയുടെ സ്വല്പം എടുത്തിട്ട് അതിൻ്റെ കവറിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കുക. അത് മീനിനെ ആകർഷിക്കാനുള്ളതാണത്. നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടി ടൈറ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഇതെടുത്ത് നേരെ ഞങ്ങളുടെ ചെറിയ പുഴയുണ്ട്, പുഴയിലേക്കാണ് ഞങ്ങൾ ഇടുന്നത്. പുഴയിലേക്ക് ഇട്ട് കൊടുക്കുക, എറിഞ്ഞു കൊടുക്കുക. അതിൻ്റെ പ്ലാസ്റ്റിക് ചരടിൻ്റെ ഒരറ്റം നമ്മൾ എവിടെയെങ്കിലും കെട്ടി വയ്ക്കണം. പുറത്തുള്ള പ്ലാസ്റ്റിക് ഡബ്ബയായ നിറയെ അതിൻ്റെ സൈഡിലെല്ലാം ഓട്ടം തുളച്ചിട്ടുണ്ട്. സോൾട്ടും കായം വെച്ചിട്ട് അത് തന്നെ വെള്ളം കയറി പുഴയിലേക്ക് താഴ്ന്നു പോകും. അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുഴയിലേക്ക് ഡബ്ബ മെല്ലെ മെല്ലെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് സമയത്തിന് ശേഷം, ഒരു 2 മണിക്കൂർ 3 മണിക്കൂറിന് ശേഷമാണ് നമ്മളത് എടുത്തു നോക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് ഡബ്ബ താഴ്ന്നു പോയിരിക്കുകയാണ്. ഞാൻ വീട്ടിലേക്ക് പോകുന്നു. ഞങ്ങൾ വന്നു. എൻ്റെ വൈഫാണ് അത് എടുക്കുന്നത്. പൊന്തിച്ച് അത് വലിച്ച് എടുക്കുന്നു. കണ്ടില്ല, അതിൽ മീനുണ്ട്. ഒരുപാട് മീനില്ലെങ്കിലും കുറച്ച് മീനുണ്ട്. ചെറിയ ചെറിയ പരലുകളാണ് ഇപ്പോൾ കിട്ടുന്നത്. വലിയ മീനൊന്നും ഇതിൽ കൊടുക്കില്ല. ചെറു തരം പരലുകളാണ് സാധാരണയായി കിട്ടാറ്. ഈ പരലുകളെ നമ്മൾ ചൂണ്ടയിൽ കൊളുത്ത് ഇട്ട് കഴിഞ്ഞാൽ ജാല് പോലത്തെ സാധനങ്ങൾ നമുക്ക് പിടിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഈ പരൽ കിട്ടും. ഇതും നന്നായിട്ട് ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ